റോഡ് വർക്കിൻ്റെ തുടക്ക കാഴ്ച. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണ് പിടുത്തം കിട്ടിയ മനസ്സിലായോ? ഇതാണ് വെന്നിയൂർ KNRCL അധികൃതരുടെ മിഷനറീസൊക്കെ ഇവിടെയായിരുന്നു റോഡുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയിരുന്നത്. അതിൻ്റെ ഈ സിമൻറ്റ് എംസാനൊക്കെ മിക്സ് ചെയ്യുന്ന മെഷീൻസ്, അതുപോലെ കോൺക്രീറ്റ് പമ്പിങ് മെഷീനുകൾ, അങ്ങനെ റോഡുമായി ബന്ധമുള്ള ക്രാഷ് ബാരിയർ മെഷീൻ, എംസാൻ്റെ മെറ്റൽ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ഏരിയയിലാണ്. ഇന്നിപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ഇവിടെ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചതോടെ അതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ആ സ്ഥലം വിശാലമായി നിരപ്പാക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ജസ്റ്റ് ആ വീഡിയോ നിങ്ങളെ കാണിച്ചതാണ്. അതുപോലെ തന്നെ ഈ കോയിച്ചനയിലാണ് പിന്നെ ഒരു ഇതുപോലെ തന്നെ KNRCL ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഏരിയത്തെ വീഡിയോയും ഈ ഏരിയത്തെ വീഡിയോ ഒക്കെ ഡ്രോണുമായി ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ കാച്ചടിക്കുന്ന വീഡിയോ തുടങ്ങിയാലോ. അങ്ങനെ കാച്ചടി അങ്ങാടിയിൽ തന്നെ തുടങ്ങിയിട്ട് കോയിച്ചന വരെ റോഡും അതുപോലെ നമ്മൾ പറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കാച്ചടി അങ്ങാടിയിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണപ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗമായിരുന്നു ആദ്യം റോഡ് കടന്നു പോയിൻ്റെ ഏരിയ. ഇപ്പോൾ ആ ഭാഗത്ത് കുറഞ്ഞ ബിൽഡിങ്ങുകൾ മാത്രമാണുള്ളത്. ആ റോഡുകളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി പുതിയ റോഡായി നേരെ ഓപ്പോസിറ്റിൽ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ കാര്യമായിട്ട് അങ്ങാടി തീരെ ഇല്ലാതായൊരു പ്രദേശമാണ് കാച്ചടി. കുറഞ്ഞ കടകൾ മാത്രമാണുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ കൊടിമരം ഭാഗത്താണ്. അങ്ങനെ കൊടിമരം ഭാഗത്ത് കൂടിയുള്ള ആ ഏരിയത്തെ കാഴ്ചയാണ്. കൊടിമരം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ KNRCL അധികൃതരും അവരുടെ സ്റ്റോറേജ് എംസാൻഡ്, മെറ്റൽ, സിമൻറ്റ്, അങ്ങനെ റോഡുമായി വന്നുള്ള പേവർ, റോഡുമായി വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ് ടാറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പേവർ, അതുപോലെ തന്നെ സോയിൽ നൈലിംഗ് ടെക്നോളജി, സിമൻറ്റ് സ്പ്രേ ചെയ്യുന്ന മെഷീനറീസ്, അതുപോലെ ഈ പൈലിംഗ് വർക്ക് നടക്കുന്ന റോഡിൻ്റെ ഈ പാലത്തിൻ്റെ ഒക്കെ വർക്കുന്ന പൈലിംഗ് മെഷീനൊക്കെ നിറഞ്ഞു നിന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യം കണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കൊടിമരത്തിൻ്റെയും ഒക്കെ ഇടയിലായിട്ടാണ് ഈ ഒഴിഞ്ഞൊരു പ്രദേശം. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങിയതിന് മുന്നേ ആ ഒരു ഏരിയയിൽ KNRCL മൊത്തത്തിലത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. പള്ളികൾ അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാ ഐറ്റങ്ങളും റോഡുമായി ബന്ധപ്പെട്ടത് മാറ്റിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വിശാലമായി കിടക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിരുന്നു എല്ലാ മിഷനറീസും റോഡുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്നായിരുന്നു പല ഏരിയയിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗം തൊട്ട് കക്കാട് ചേളാരി ഭാഗം വരെ, ഏകദേശം ചേളാരി ഭാഗം വരെ, പിന്നെ ഇതുപോലുള്ള സ്റ്റോറേജില്ല. അവിടുന്ന് കഴിഞ്ഞാൽ കോയിനൂർ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് KNRCL മിഷനറീസൊക്കെ കൊണ്ടുവന്ന ആ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വർക്കിൻ്റെ തുടക്ക സമയത്ത് അന്നുണ്ടായിരുന്നൊരു വീഡിയോ നമ്മൾ കാണുന്നത് കൊടിമരത്ത് വെന്നിയൂർ ഭാഗത്തുണ്ടായിരുന്ന KNRCL ഉപയോഗിച്ച് വന്നിരുന്ന സ്ഥലം. അപ്പോൾ അത് ഫുള്ള് കാലിയായി കിടക്കുന്നത്, നല്ല വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വരുമ്പോൾ കണ്ടപ്പോൾ ഇതൊന്ന് ഡ്രോൺ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചാലോ എന്ന് വിചാരിച്ചു അല്ലേ. അടിപൊളിയില്ലേ, നല്ലൊരു എന്താ പറയുക, അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയ മാറിയിട്ടുണ്ട് അവിടേക്ക്. അപ്പോൾ അത് ഫുൾ ഫിനിഷിങ് ആക്കിയിട്ട് അവിടെ എല്ലാം കൊണ്ടുപോയി അതങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ലെവലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ മൊത്തം ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വെന്നിയൂരിൽ അങ്ങാടിയും അതുപോലെ പൂക്കിപ്പുറം അങ്ങാടിയും, അത് കഴിഞ്ഞാലാണ് അടുത്ത ഇതുപോലുണ്ടായിരുന്ന KNRCLൻ്റെ മിഷനറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം കോയിച്ചന ഭാഗത്ത്. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ എന്താണുള്ള അവസ്ഥയും കൂടി ഞങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി അതും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഈ ഒഴിഞ്ഞൊരു പ്രദേശം ഇങ്ങനെ കണ്ടപ്പോഴേ ഇവിടുത്തെ ആദ്യത്തെ നമ്മളെ വീടെടുത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഓരോ ആ സിമൻറ്റും എംസാൻഡും ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു മിഷൻ ഇതുണ്ടല്ലോ, അതിൻ്റെ വർക്ക്. അതുപോലെ ഈ പേവർ കൊണ്ടുവന്ന് വെച്ചിരുന്നു. പേവർ ഇവിടുന്നായിരുന്നു ഈ ടാറിങ്ങിന് ഉപയോഗിച്ച പേവർ. അതുപോലെ പൈലിംഗ് മെഷീന്, അതുപോലെ ഇവിടുന്ന് കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ട് അത് ഓരോ ലൈനിൽ ഓരോ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് ഇവിടുന്നൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റം, അതുപോലെ ഡിവൈഡറുകൾ, അങ്ങനെയുള്ള ഒരു മിക്ക വർക്കുകളും ഈ ഒരു ഏരിയയിലും അതുപോലെ കോയിച്ചന ഭാഗത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡ്രോൺ അല്ലാതെ അടിഭാഗത്തുനിന്ന് കാണിക്കട്ടോ, എത്ര ദൂരം ഉണ്ട് അറിയാം നോക്കി. അപ്പോൾ അത്ര ഏരിയയിലായിരുന്നു KNRCL റോഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലം. അപ്പോൾ ഇനി ഇവിടെ നമ്മളിനി വീണ്ടും നമ്മളെ ഏരിയക്ക്, അതായത് വെന്നിയൂർ കടന്നു പോകാം. വെന്നിയൂർ നമുക്കറിയാം ഒരു അണ്ടർപാസ്സാണ്. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്നും കൂടി ഒരു വ്യൂ ആയി എടുത്തത് മാത്രം. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഇനി ഇവിടെ നമ്മൾ നേരെ പോവാണ് പൂക്കിപ്പറമ്പ്, വെന്നിയൂർ പൂക്കിപ്പറമ്പ്. വെന്നിയൂർ നമുക്കറിയാം ഒരു അണ്ടർപാസ്, കാച്ചടി കരിമ്പിൻ്റെ ഇടയിൽ അണ്ടർപാസ്, ഇത് കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പിൽ അണ്ടർപാസ്, അതുപോലെ കോയിച്ചനൽ അണ്ടർപാസ് ഒക്കെ ഓരോ 2 കിലോമീറ്റർ ഓരോ കിലോമീറ്റർ ഡിഫറൻസിലായിട്ട് അണ്ടർപാസും
ഓവർപാസിൽ അണ്ടർപാസുകൾ ഒരു 3-4 വന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. അങ്ങനെ വെന്നിയൂർ അണ്ടർപാസ് കഴിഞ്ഞു തെന്നല ഭാഗത്തേക്ക് തെയ്യാല കൊടക്കല് ഭാഗത്തേക്ക് പോകുന്ന വെന്നിയൂർ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ പിന്നെ പൂക്കിപ്പറമ്പാണ്. പൂക്കിപ്പറമ്പിലും അണ്ടർപാസ് പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോകുന്നു. ഇതൊക്കെ 2-3 പ്രാവശ്യം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്നുകൂടി കാണിച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നം കേട്ടോ, രാത്രിയിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന മനോഹരമായ കാഴ്ചയുടെ വീഡിയോകൾ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇവിടത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കത്തുന്നുള്ളൂ. ഓരോന്ന് കെട്ട് കഴിഞ്ഞാൽ ഉടനെ ശരിയാക്കി പോയാൽ എല്ലാം ആ മനോഹാരിതയിൽ തന്നെ കത്തി കാണുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 2 സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നതിൽ പിന്നെ ഒന്നങ്ങനെ ഇടട്ടായിട്ടാണ് പലയിടത്തും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതിൽ കാണിച്ചു ചിലപ്പോഴത്തെ ഒരു രാത്രിയിലുള്ള കാഴ്ചകൾ. ഏതായാലും നമ്മളിപ്പോൾ വെന്നിയൂർ കഴിഞ്ഞു. ഇനി നമ്മൾ പൂക്കിപ്പറമ്പ് കോയിച്ചനൻ്റെയും ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇനി അടുത്ത ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്താണെന്നുള്ള ആ ഏരിയയിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. കാരണം അത് സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് കിടന്നതിന് നമ്മളെ റോഡ് ടെസ്റ്റിനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് കോയിച്ചന ഭാഗത്ത്. എട്ടിടാനും വെച്ചിടാനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സംഘടനകളുടെ പരിപാടികളൊക്കെ നടന്നിരുന്നൊരു ഏരിയ, നല്ല വിശാലമായൊരു സ്ഥലം തന്നെയാണ് ഈ കോയിച്ചന ഭാഗത്തുള്ള കോയിച്ചന ഉള്ള KNRCയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലം. ഇപ്പോൾ അവിടുത്തെ എല്ലാ മിഷനറീസും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലുള്ള പേവർ, അതുപോലെ കോൺക്രീറ്റ് മിക്സ് പൈലിംഗ് മെഷീനുകൾ, സോയിൽ നൈലിംഗ് ടെക്നോളജി ഒരു ചുമര് സ്പ്രേ ചെയ്യുന്ന മെഷീൻസുകൾ, അതുപോലെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് പമ്പിങ് മെഷീനുകൾ, അതൊക്കെ അവിടുന്ന് പൊയ്ക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് നിങ്ങളെ കാണിച്ചു തരട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പൂക്കിപ്പറം ഏകദേശം നമ്മൾ കോയിച്ചന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോയിച്ചന ഭാഗത്തേക്ക് നല്ല റോഡൊക്കെയാണ്, സർവീസ് റോഡൊന്നും നല്ല ഉഷാറായിട്ട് വാഹനങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ എന്താ പറയുക, കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ ഒരു 20 മിനിറ്റ് ഒരു 25 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ കോയിച്ചന അല്ലെങ്കിൽ മമ്മാലിപ്പടി എഡ്രിക്കോട് ഭാഗത്തൊക്കെ 20-25 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് പോയാൻ പറ്റും. ആ രീതിയിലുള്ള റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഉഷാറായിട്ട് കടന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സർവീസ് റോഡും അതുപോലെ മെയിൻ റോഡിൻ്റെയും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ പുതുതായിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ. കാരണം ഇതിന് മുമ്പ് ഇത് റോഡ് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങൾ അങ്ങോട്ടും കടന്നു പോകുന്ന വീട്ടിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാടും നമ്മുടെ പ്രദേശം ഏറ്റവും പുതിയ അപ്ഡേഷനൊക്കെ കാണാൻ പുതിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണും ചെയ്യുക എന്നുള്ള ആൾക്ക് ഒരു കാച്ചടി മുതൽ കോയിച്ചന വരെയുള്ള വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 KNRCയുടെ ആ 2 സ്റ്റോറേജ് സാധനങ്ങളൊക്കെ റെഡി തുടക്കത്തിൽ അതിൻ്റെ ഒക്കെ ലെവലാക്കി അതിൻ്റെ മെഷീൻ ഇങ്ങനെ ഓരോന്ന് കൊടുന്ന് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ മാത്രം കാണിച്ച് പോയാൽ മതി. ഇനി വീഡിയോ അല്ലേ, അപ്പോൾ നമ്മളെ നാടും നമ്മളെ പ്രദേശവും നിങ്ങളെ ഓരോ വീഡിയോ കാണുന്നവരുടെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴത്തെ എന്തൊക്കെ മാറ്റം വരുത്തിയൊക്കെ ഡ്രോണിൽ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് നമ്മൾ കോയിച്ചന ഓവർപാസിൻ്റെ ആ ഏരിയ കാണുന്നുണ്ട്. പറഞ്ഞതുപോലെ KNRCയുടെ ആ സ്റ്റോറേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെയായിരുന്നു ആദ്യം തുടക്കത്തിൽ വന്ന ഈ ഏരിയയിൽ കേട്ടോ. ഇവിടെയായിരുന്നു അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പല മെഷീന് കാര്യങ്ങളും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. അങ്ങോട്ടേക്ക് ഇവിടെ റോഡുമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എംസാൻഡ്, സിമൻറ്റ്, മെറ്റൽ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. കാരണം റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഈ കമ്പി കാര്യങ്ങളൊക്കെ ഇതിനുള്ള ഈ ബാരിയറിനും ക്രാഷ് ബാരിയറിനും ഡിവൈഡറിനൊക്കെ വെക്കുന്ന കമ്പികളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടിരുന്നു. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ മെഷീൻ പരമായിട്ട് വലിയ ഈ റോഡിൻ്റെ പേവർ കാര്യങ്ങളുണ്ട്, പേവർ പൈലിംഗ് മെഷീന് അങ്ങനത്തെ ഒക്കെ അതൊക്കെ തുടക്കത്തിലാണ് ആവശ്യം. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ പോയിട്ടുണ്ട്. മറ്റുള്ള ഇവിടെയുള്ള എന്താ പറയുക ഈ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻസ് മാത്രമാണ് ഈ ഏരിയ ഉള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഞാൻ ഏതായാലും ആ ഒരു ഏരിയയിൽ നിന്ന് ഒന്നും കൂടി KNRCയുടെ എല്ലാ പണി എന്താ പറയുക സ്റ്റോറ് ആ വർക്കിംഗ് മെഷീനിലാണ് സിമൻറ്റ് എംസാൻഡൊക്കെ മിക്സ് ചെയ്യുന്ന ആ മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് നമ്മൾ അത് കോൺക്രീറ്റ്
ഇടാനും വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ മിക്സാക്കി എടുക്കുന്ന വീഡിയോകളൊക്കെ അന്ന് നമ്മൾ കാണിച്ചിരുന്നു. രസകരമായൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ തുടക്ക സമയത്ത് കാണാനും പല ഭാഗത്തുനിന്ന് ആളുകൾ എത്തിയിരുന്നു. പിന്നെ അവർ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യുകയായിരുന്നു, ആളുകൾ കൂടുതൽ ക്ലോസ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് അകത്ത് കിടക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഡ്രോൺ ആയതുകൊണ്ടൊന്ന് ചുറ്റിലായിട്ട് നിങ്ങളെ കാണിക്കാമല്ലോ. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ഈ ഏരിയ നല്ല ആ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. റോഡിൻ്റെ പണികളൊക്കെ തുടങ്ങിയ ശേഷം അവർ അടച്ചിടുകയായിരുന്നു. അപ്പോൾ ഉള്ളിലേക്കുള്ള പ്രവേശനമില്ലായിരുന്നു. അന്നുള്ളിലൊക്കെ കയറ്റിയിട്ട് ആ കോൺക്രീറ്റ് ഇതാക്കുന്നതും മിക്സ് ചെയ്യുന്നതും അതിൻ്റെ ആ പ്രവർത്തനങ്ങളും ആ വർക്കിങ്ങുകളൊക്കെ വളരെ രസകരമായ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു. ആദ്യത്തെ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇതാ കോയിച്ചനയിലുള്ള ഈ ഒഴിഞ്ഞ പ്രദേശത്ത് ഏക്കറക്കണക്കിന് സ്ഥലത്ത് KNR സെല്ലിൻ്റെ മെഷീനും സാധനങ്ങളൊക്കെ വെച്ച ഏരിയയുള്ള ഒരു വീഡിയോ റൗണ്ടായി നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് അപ്പോൾ എന്താ പറഞ്ഞത്, വെന്നിയൂർ ഭാഗത്ത് ഫുൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൈവറ്റ് സ്ഥലമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുത്താടാവാം. അപ്പോൾ ഇവിടെ ആ സാധനങ്ങളൊന്നും ഒഴിവായിട്ടില്ല. അപ്പോൾ ഇവിടെ അതേപോലെ ഉണ്ട്. ഇവിടുത്തെ എന്താ പറയുക എംസാൻഡ് മെറ്റൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ റോഡുമായി ബന്ധപ്പെട്ട് വർക്ക് കംപ്ലീറ്റ് ആയതോടെ അത് ഫുള്ള് കാലിയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ ക്ലിയർ ആയിക്കണ വെച്ചിട്ട് അതും നിങ്ങളെ കാണിച്ച് ക്ലിയർ ആയതിന് ശേഷമുള്ള വെന്നിയൂരിൻ്റെ അവസ്ഥയും കാണിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോയിച്ചന ഓവർപാസിൻ്റെ മുകളിലേക്ക് ആ ഒരു മനോഹരമായ കോയിച്ചന ഓവർപാസ് ആട്ടോ. ഞാൻ തുടക്കത്തിൽ എല്ലാം അണ്ടർപാസ് എന്നാണ് പറഞ്ഞു പോയത്. കരിമ്പിലും കക്കാടിൻ്റെ ഭാഗത്തും അണ്ടർപാസ്, പൂക്കിപ്പറമ്പ് അണ്ടർപാസ്, വെന്നീർ അണ്ടർപാസ്, കോയിച്ചന ഓവർപാസ്, അങ്ങനെ ഏതായാലും ആ ഗേറ്റിൻ്റെ ഭാഗത്തുനിന്നും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് താൽക്കാലമായിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ നമ്മളൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റോഡ് വീഡിയോയും അതുപോലെ ഡ്രോൺ വീഡിയോയും മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.